ആണ് പെണ്ണായോ? മത്തായി ചേട്ടാ! എന്റെ ദൈവമേ, നല്ല ഒന്നാന്തര പേരാ ഈ മനുഷ്യൻ ഇട്ടിരിക്കുന്നത്. അവൻ വിളിച്ച കേട്ടോ മത്തായി ചേട്ടാ. അങ്ങനെ പറഞ്ഞല്ല ചേച്ചിയേ, കള്ളു കുടിച്ചു മത്തായിട്ടാണല്ലോ മരിച്ചത്, അതുകൊണ്ടാ മത്തായി ചേട്ടാ. ചേച്ചിയേ, ഈ കിടക്കുന്ന കിടപ്പ് കണ്ടോ എന്റെ കർത്താവേ? സൂപ്പർ സ്റ്റാർ തോറ്റുപോകത്തില്ലടാ. ഞാനും ഈ ചേട്ടനെ കൂടി ഞാനത്തുമ്പി കാണാൻ എന്തോരം പൈറ്റിന്നറിയാമോ? കിട്ടിയില്ലടാ നിങ്ങൾക്ക്. ടിക്കറ്റൊക്കെ കിട്ടിയോ? ഞങ്ങള് കണ്ടു 4 പ്രാവശ്യം. എന്റെ പൊന്നെ, ചുമ്മാതല്ല എന്റെ സ്നേഹം കൂടുമ്പോ തുമ്പീന്ന് വിളിക്കുന്നത്. ഇതൊന്നും പറയില്ല, എനിക്ക് കേൾക്കാനുള്ള ചേച്ചി ഇല്ല. ചേച്ചിയേ, ചേച്ചി, ഇത് ചേച്ചിയുടെ 5 പെമ്മക്കളെ ആര് നോക്കും ചേച്ചി? അതാണ് എന്റെ വിചാരം. അവരെ ആര് നോക്കും? ഞാൻ നോക്കിക്കോളാം. ഈ മനുഷ്യൻ എടുത്തിരിക്കുന്ന 5 ലക്ഷത്തിന്റെ ലോൺ ഇനി ആരടയ്ക്കുവോ? ചേച്ചി അടച്ചാ മതി. അയ്യോ, കിടപ്പ് കണ്ടോ? ഇതേതാ ഈ ബ്രാൻഡ്? ഇതേതാ? അത് സൈക്കിൾ ബ്രാൻഡാ. സൈക്കിൾ ബ്രാൻഡോ? സൈക്കിൾ ബ്രാൻഡ് കൊള്ളത്തില്ല, കാറ് ബ്രാൻഡ് മേടിച്ച് പോയിക്കണ്ടേ? ഇതെന്താ ഇത്? ചായ ചായ ചായ. പ്ലക്കൊന്നും അല്ലല്ലോ അല്ലേ? പ്ലക്കല്ല. ചേച്ചി ചായ കുടിച്ചിട്ട് കറിയാ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ചായ കുടിച്ചോട്ട് ഓടിക്കിടത്തില്ല കറിയാൻ. ഇതെന്നാ മഴ പെയ്യണോ? ദൈവമേ, എന്റെ ശശി, നീ എവിടെ ആയിരുന്നടാ? ഷക്കീലയുടെ പടം കണ്ടുകൊണ്ടിരിക്കുന്നായിരുന്നു അമ്മായി. എങ്ങനെ കഷ്ടമാണ് ദൈവമേ, ഈ മനുഷ്യന് അത് കണ്ടാണ് ഈ പരുവത്തിലായതായോ. ഈ കടപ്പട കിടക്കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഫീലിങ്സ് ഉണ്ട് അമ്മായിയേ. ചേച്ചി, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതെന്നാ ഈ മൂക്കിന്റെ അകത്ത് വെച്ചേക്കണത്? അത് പഞ്ഞിയല്ലേടാ. എന്നാ പോക്കരുത്തരാ ചേച്ചി കാണിക്കരുത്? ചേട്ടൻ ശ്വാസം മുട്ടി ചത്തുപോകൂല. എടുത്ത് വേണ്ട 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 വേണ്ട, എടുക്കണ്ട. ശ്വാസം ഉള്ളിലേക്ക് വലിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ പഞ്ഞി വെച്ചേക്കണത്. അതറിയാൻ പാടില്ലേ അമ്മായിയേ? ഇങ്ങനെ ഇതാരമ്മായി? അമ്മായി എപ്പോഴായിരുന്നു? എനിക്കൊരു പിടിയില്ല. ഇന്നലെ കുടിച്ചോണ്ട് വന്ന് കിടന്നതാ. നേരം വെളുക്കുമ്പോ കിടക്കുന്നു. നിനക്കിവിടെ എന്താ കാര്യം? എനിക്കാ എന്റെ അമ്മാവനിൽ ചത്തിരിക്കണം. പിന്നെ ഇവിടെ വരാണ്ടിരിക്കാൻ പറ്റുമോ? നിന്റെ അമ്മാനല്ലോ, ഇത് എന്റെ അമ്മാനല്ലേ? ആരെ അമ്മായി ഇവരെ പറഞ്ഞോട്ടെ. മയ്യേ, എടാ നീയും എന്റെ മോനും അവനും എന്റെ ഞാനെന്തിനാടാ നിങ്ങളെ പറഞ്ഞു? നിനക്കിവിടെ എന്താ കാര്യം ഞാൻ ചോദിച്ചേ? അല്ല, ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ വലിയ വലിയ വർത്തമാനങ്ങളൊന്നും പറയാം. ഹലോ ഹലോ, ചുവന്ന ഷർട്ടൊക്കെ ഇട്ടുണ്ടോന്ന് നല്ല കുട്ടപ്പനായിട്ട് വെളുത്ത് തുടുത്ത് വന്നിട്ടൊന്നും കാര്യമില്ല. ഞാൻ അല്പം കറുമ്പനാണെങ്കിലും എന്നെ അമ്മാവൻ എന്റെ അമ്മാവൻ തന്നെ. എന്നാണ് നിനക്ക് ഈ അമ്മാവൻ ഉണ്ടായത്? ഇപ്പൊ മരിച്ചെന്നല്ലോ നീ വന്നത്. എനിക്ക് മനസ്സിലായി എന്തിനാ വന്നെന്നുള്ളത്. എടാ നീ വലിയ മൊബൈൽ കമ്പനി നീ മിണ്ടി പോരുത്. അമ്മായിക്ക് അറിയാലോ, ഇത്രയും നാൾ ഈ അമ്മാവനെ നോക്കാൻ പോലും വന്നിട്ടില്ല. മരിച്ചെന്ന് പറഞ്ഞ എന്തിനാ മനസ്സിലായി അമ്മായിക്ക്? അമ്മായി സ്വത്ത് എന്നെ സ്വത്തടിച്ചു മാറ്റാൻ വന്നാണ്. ഒറ്റ കേസ് പറയാം. അതായത് ഞാൻ ഇവന്റെ ഈ കമ്പനിയുടെ ഫ്രണ്ടില് ഞാൻ കച്ചവടം നടത്തുന്നതുകൊണ്ടാണ് ഇവൻ അസൂയ. ഒരു കാര്യം ഞാൻ പറഞ്ഞ കേട്ടോ, ഇവരെ പിടിച്ച് മാറ്റിയില്ലെങ്കിൽ ഞങ്ങളുടെ മൊത്തം പ്രശ്നം ഉണ്ടോ? അമ്മ ഇതേ പോകാൻ പറഞ്ഞേ. നീ സംസാരിക്കണ്ട. എടാ, നിന്റെ കമ്പനിയുടെ ഫ്രണ്ടിൽ ഞാൻ കച്ചവടം നടത്തുമ്പോൾ നിനക്ക് ബുദ്ധിമുട്ടില്ലേ? ഞാൻ നല്ല ബിസിനസ്സുകാരനായതുകൊണ്ട് നിനക്ക് ബുദ്ധിമുട്ട്. നീ എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് ഇവിടെ നിൽക്കാനുള്ള യാതൊരു യോഗ്യതയില്ലടാ. ചേട്ടാ ഒരു മിനിറ്റ്. ഒന്നാമത് ഇത്തിരി BP കൂടുതലാണ്, ബ്ലഡ് പ്രഷർ കൂടുതലാണ്. ഇവരെ പറഞ്ഞോട്ടെ. ഇവരെ പറഞ്ഞോട്ടെ. എന്റെ സ്വഭാവമാണ്. ഈ കിടക്കുന്ന എന്റെ അമ്മാവനാണ്. ഈ അമ്മാവന്റെ കല്യാണം അടിയന്തരം
അടിയന്തരം ഞാൻ 16 അടിയന്തരം 16 കിലോ അരി മേടിച്ച് ഞാൻ നടത്തും. എന്താ പറഞ്ഞ 16 കിലോയാ? ഒന്ന് പോടപ്പാ അവിടുന്ന്. ഇതേ എനിക്ക് ആകുളൊരു അമ്മാവനാണ്, ചേട്ടാ അറിയാമോ? എനിക്ക് ആകുളൊരു അമ്മാവനാണ്. ഈ അമ്മാവന്റെ അടിയന്തരം ഉണ്ടല്ലോ, ഞാൻ 50 കിലോ അരിയുടെ അടിപൊളി സെറ്റപ്പ് ആയിട്ട് നടത്തിയിരിക്കും. 50 കിലോ കേട്ടില്ല? 50 കിലോ. അമ്മായി ഇവിടെ നോക്ക്, 50 കിലോ അല്ല, ഞാനൊരു 75 കിലോ അരി മേടിച്ചാൽ അമ്മാവന്റെ അടിയന്തരം അടിപൊളിയായിട്ട് കൊടുക്കും. എത്രയാ പറഞ്ഞത്? 75. എടാ നീ ഒരു കാര്യം ഞാൻ മറക്കാം, 75 പറഞ്ഞ അമ്മായി 75 കിലോന്ന് എന്റെ അടുത്ത്. എടാ ഈ അമ്മാവന്റെ അടിയന്തരം ഉണ്ടല്ലോ 150 കിലോ ഞാൻ പിടിച്ചിരിക്കും. 150 കിലോ? എടാ ആർക്ക് വേണം 150 കിലോ? എടാ ഞാനൊരു 500 കിലോ വെച്ചാൽ അടിയന്തരം ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് നടത്തും. 500 കിലോ? അത് 500 കിലോ അമ്മായി? 500 കിലോന്ന് എന്റെ അടുത്ത് ഞാൻ 500 കിലോ നടത്തും. നീ പോടാ മോനെ ദിനേശ. അതെ ഞാനുണ്ടല്ലോ ഈ അമ്മാവന്റെ അടിയന്തരം ഉണ്ടല്ലോ 750 കിലോയുടെ സദ്യ അവിടെ നാട്ടുകാർക്ക് ഞാൻ 1000 കിലോ. നിർത്തടാ പട്ടികളെ. എടാ നീ എത്ര കിലോന്റെ സദ്യ എടുത്തു പറഞ്ഞേ? ഞാൻ 750 1000. നീ എത്ര കിലോ എടുത്തോടാ? ഞാൻ 2000 അല്ലെങ്കിൽ. എടാ ഇതിൽ 1 കിലോ അരി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ അമ്മാവൻ ചാവൂല്ലായിരുന്നടാ. പട്ടിണി കിടന്നടാ ചത്ത്.